കൈലാസം വ്യക്തമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കൈലാസവും, ആ കൈലാസത്തിൻ്റെ മുൻപിൽ നന്ദി പർവ്വതം. നമ്മളെ കേൾക്കാറില്ലേ ഈ നന്ദി എപ്പോഴും ഭഗവാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണെന്നുള്ളത്. അത് വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മൾ ആ വടക്ക് ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് കൈലാസത്തിൻ്റെ പല മുഖങ്ങളും നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്നാണ് നഖം വളരുന്നത്, മുടി വളരുന്നത്, ഇങ്ങനെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ആ ഒരു കൈലാസത്തിൻ്റെ ആ ഒരു ഊർജ്ജ മണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. കൈലാസ യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ് അവിടെ എത്തുന്നത്. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ ശക്തിയോ നമ്മളുടെ കഴിവിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് ശിവനെ കണ്ടു മടങ്ങുന്ന ഒരു യാത്ര. കൈലാസ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, ആ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ആത്മാവിൽ പരിണാമം ഉണ്ടാവുക, കർമ്മങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അത് ഈ കൈലാസ യാത്രയ്ക്ക് പോകുന്ന ഓരോരുത്തരൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എന്നും മനസ്സിൽ കുറിച്ചിട്ടോ ആ യാത്രയ്ക്കായി തയ്യാറെടുത്തോ അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ ആ സോളിൻ്റെ എനിക്ക് തോന്നാറുണ്ട് കുറേ കർമ്മ ക്ലിയറൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. കർമ്മഭാരങ്ങളെ കുറച്ചിട്ടായിരിക്കാം ഭഗവാൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ആത്മാവിൻ്റെ യാത്രയാണ് ഈ കൈലാസ യാത്ര എന്ന് പറയുന്നത്. അതുപോലെ പരിക്രമണം, അത് നമ്മളെ യമദ്വാര കടന്ന് അവിടെയുള്ള നമ്മളുടെ കംപ്ലീറ്റ് അഹത്തിനെയും നമ്മളുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അനുഭവിച്ച വേദനകളാകട്ടെ, അതുപോലെ സന്തോഷങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, ഇതിനെ എല്ലാത്തിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഞാനായിട്ട് ആ യമദ്വാര കടന്ന് അകത്തേക്ക് കടന്ന് കൈലാസത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ പുണ്യമാണെന്നറിയോ. അവിടെ കടന്നു കഴിഞ്ഞാൽ ആ യാത്ര അത് കഠിനം തന്നെയാണ്, ഒരിക്കലും അത്ര സിമ്പിളല്ല. അത് നമുക്ക് 2 തരത്തിൽ പോകണം. പോണിയിൽ പോകാം, അല്ലാതെ നമുക്ക് പോർട്ടറെ കിട്ടും, പിന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ലഗേജ് ചുമന്ന് പോകാം. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് പലരും പറയും എനർജി ബാറുകളൊക്കെ എടുക്കണം, നിങ്ങൾ പോകുമ്പോൾ ആഹാരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെക്കാത്തലോണിൽ പോയി ഉള്ള എനർജി ബാർ എല്ലാം കൂടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഈ യാത്രയിൽ എങ്ങനെയെങ്കിലും ശ്വാസം എടുക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കുള്ളൂ. ശരിക്കും ആഹാരം കഴിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ചിന്തയിൽ ശ്വാസം മാത്രം മതി, നമുക്ക് ശ്വാസം മതി, ആ ഒരു ഊർജം മതി. ആ ഊർജത്തിൽ നമ്മൾ പോകും. കുറച്ച് വെള്ളം കരുതി വെച്ച് ഗ്ലൂക്കോസോ അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും കപ്പലണ്ടി മിഠായിയോ അതൊക്കെ മതി. വലിയ പ്രോട്ടീൻ ബാറുകളൊക്കെ കെട്ടുകണക്കിനാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അതൊന്നും ഉപയോഗിച്ചില്ല. ബിക്കോസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരണം എന്ന് വെച്ചാൽ ആ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും പോണിയിൽ പോകാമെങ്കിൽ നല്ലതാണ്. അത് ഞാൻ പറയും, പോണിയിൽ പോയാൽ കുറച്ചും കൂടി സ്വസ്ഥമായിട്ട് പോകാൻ പറ്റും. നമുക്ക് കുതിരപ്പുറത്ത് കയറിയിരിക്കാൻ പ്രയാസമുള്ളപ്പം, അല്ലാത്തപ്പം നടക്കാം. പിന്നെ പോർട്ടർ ഉണ്ടെങ്കിൽ നമ്മളുടെ ബാഗൊക്കെ അവർ ചുമന്നോളും. ഈ പോർട്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ രൂപമാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കാലടി പോലും മുൻപോട്ട് വെക്കാൻ പറ്റാത്തപ്പം ഈ പോർട്ടറാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇവരാണ് ശരിക്കും ഞാൻ അതിനകത്തേക്ക് കടന്നു പറഞ്ഞ ഭഗവാനെ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ശ്വാസം എടുക്കാൻ പറ്റാതെ വരരുത്, എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് എനിക്ക് കിട്ടിയ ഒരു ഗണപതി കുട്ടിയെയാണ്. ശരിക്കും പറഞ്ഞാൽ ഗണപതിയെ പോലുള്ളൊരു കൊച്ചു പയ്യൻ. അവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ ഒരു പല്ലൊടിഞ്ഞിട്ട് ഇങ്ങനെ കാലിങ്ങനെ നടന്ന് അവരെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് അമ്മ എനിക്ക് ഗണപതിയെ തന്നു എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടാണ് പോകുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് നടക്കാൻ പറ്റാതെ കുറേ നടന്നു കഴിയുമ്പോൾ നമുക്ക് ശ്വാസത്തിൻ്റെ പ്രയാസം വരും, അതികഠിനമായ തണുപ്പ, മഞ്ഞുവീഴ്ച ഉണ്ടാകും. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് കടന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമശിവായ വിളിച്ചു പോകും, എൻ്റെ ഭഗവാനേന്ന് വിളിച്ചു പോകും. എന്ന് വെച്ചാൽ കുറേ നടന്ന് കഴിയുമ്പോൾ കാലൊക്കെ ഒന്ന് പൊക്കി വെക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒത്തിരി നടന്ന് ശീലമൊന്നും ഇല്ലാത്തവരൊക്കെ അല്ലേ, നമുക്കിങ്ങനെ കാലൊന്നും എടുത്തു വെക്കാൻ പോലും പറ്റാത്തപ്പം ഈ പോർട്ടർമാർ നമ്മളെ അതുപോലെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ വന്ന ആ പയ്യനാണെങ്കിൽ അവൻ പാട്ട് പാടുക, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ടെൻഷനിൽ നടക്കുമോ അവൻ പാട്ട് പാടി എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട്, അവൻ പറയും ബാഗെ പിടിച്ചോ ഞാൻ വലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേർ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ അവനിങ്ങനെ ഓടും, ഞാൻ ബാഗെ പിടിച്ചോണ്ട് ഓടും. ഇങ്ങനെയൊക്കെ എങ്ങനെയോ ഞങ്ങൾ എത്തി ചെയ്തു. എന്നിട്ട് നമുക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കയ്യിൽ പിടിച്ച് അങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ അവിടെ കാണും ആ ഭഗവാന്റെ സ്നേഹം കരുതലൊക്കെ. ഈ പോർട്ടർമാർ ശരിക്കും അത്രയും സ്നേഹത്തോടെയാണ് ഓരോ പോർട്ടർമാരും നമ്മളെ കൊണ്ടുപോകുന്നത്. അത് അവർ ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ്. അപ്പം ഞാൻ ഈ പയ്യനോട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഫോണിൽ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അവരുടെ ലാംഗ്വേജിൽ അത് കേൾക്കും, എന്നിട്ട് തിരിച്ച് നമ്മളോട് അത് പറയും, നമ്മൾ കേൾക്കും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ പോയി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ആ കൈലാസത്തിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ
അതെന്താണെന്നറിയാമോ കൈലാസഭൂമി? ഏതൊക്കെ ആകൃതിയിലാണ് ആ മലകൾ ഇങ്ങനെയുള്ളത്. അപ്പം ഓരോ പ്രധാനപ്പെട്ട സ്ഥലമാകുമ്പം ഈ കുട്ടി എന്നോട് പറയും ഇത് അങ്ങനെയുള്ളതാണ്, അതാണ് എന്ന് പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരും. എന്നിട്ട് അവിടെ നിന്ന് തൊഴു, അവിടെ തൊഴു, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി അതിനകത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രകൃതിയുടെ ഒരു സൃഷ്ടിയെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനൊക്കെ അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഇങ്ങനെ പല ഷേപ്പുകളിൽ ഓരോ ഭാഗങ്ങൾ ചെല്ലുമ്പം കൈലാസത്തിൻ്റെ ഓരോ 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 തലങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പോയി നോർത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വടക്കുന്നാഥൻ്റെ മുഖമാണ് എന്ന് വെച്ചാൽ ഗുരു ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ആ ഭാവമാണ് വടക്ക് ഭാഗത്തുള്ളത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പരുവമായിരിക്കും. അവിടെ ചെന്ന് നമ്മൾ അവസാനത്തെ ശ്വാസം വലിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെയുള്ളത്. പക്ഷെ കുതിരപ്പുറത്ത് പോകുന്നവർ വളരെ സുഖമായിട്ട് അവിടെ അവർക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയി ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ഞാനല്ല എൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ കയ്യിലല്ല എന്ന തിരിച്ചറിവും ബോധ്യവും നമുക്ക് വന്നിരിക്കും ആ ഒരു യാത്ര കൊണ്ട് തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഭഗവാന്റെ കരുണ നമ്മളെ കൊണ്ടുപോകുന്ന ആ വ്യക്തിയിലൂടെ നമ്മൾ കാണും. അതുപോലെ നമ്മൾ ഈ കാഠ്മണ്ഡുവിൽ ചെല്ലുമ്പം തന്നെ നമ്മളുടെ ഗൈഡുകളുടെ ഭാഗമായിട്ട് ഈ ഷെർപ്പകളുണ്ട്, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഓരോ ചുടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ലഗേജ് മാറ്റി നമുക്ക് ആഹാരം തരുന്നത്. ഇവരൊക്കെ എത്ര സ്നേഹത്തോടെയാണെന്നറിയാമോ പെരുമാറുന്നത്. ഒരുപാട് മനുഷ്യരുടെ സ്നേഹം, ഒരുപാട് മനുഷ്യരുടെ സഹായം, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയുന്നൊരു യാത്ര കൂടിയാണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഹിമപാതമായിരുന്നു. നമ്മൾ വടക്ക് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കാരണം ഇവർ ക്ലോസ് ചെയ്തു. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് മഞ്ഞുവീഴ്ചയുണ്ട്. അപ്പം പിന്നെ മുൻപിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് നമ്മളുടെ പരിക്രമണം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു യാത്ര തന്നെ നമ്മളെ ആ കൈലാസത്തിൻ്റെ വിവിധ തലങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നൊരു യാത്രയാണ്. നമ്മളത് അറിഞ്ഞ് ആ യാത്രയിലൂടെ പോകുമ്പോൾ എത്രത്തോളം നമ്മളതിനെ അനുഭവിക്കുന്നു, അതിലാണ് ഈ എല്ലാം കണ്ടുപോകുന്നതെന്നല്ല, കൈലാസം കാണുമ്പം തന്നെ അതിനെ അനുഭവിക്കുന്നവരുണ്ട്. കൈലാസത്തിൻ്റെ പരിക്രമണത്തിലൂടെ കൈലാസത്തെ അനുഭവിക്കുന്നവരുണ്ട്. യമദ്വാര കടന്നു കിട്ടുമ്പം തന്നെ അതിനെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം ഓരോന്നും നമ്മുടെ മനസ്സാണ്. ആ ഊർജം നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കൈലാസത്തിനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ണാടിയാണ്. നമ്മളെങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, എങ്ങനെ അതിനെ അനുഭവിക്കുന്നു, അതിലാണ് ആ ബോധത്തിൻ്റെ പരിണാമവും ആ കൈലാസയാത്രയുടെ അർത്ഥവും അനുഭൂതിയും എല്ലാം ഓരോ മനുഷ്യനിലേക്കും ഉണ്ടാകുന്നത്. എത്ര ദിവസമാണ് ഈ പരിക്രമണം? പരിക്രമണം 3 ദിവസം, കംപ്ലീറ്റ് പരിക്രമണം 3 ദിവസമാണ് ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഹിമപാതം കൂടുന്ന സമയത്തൊക്കെ ആ 2ാമത്തെ ദിവസത്തെ എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ളത് 2ാമത്തെ ദിവസമാണ്. ഡോൾമ പാസ് കിടക്കുന്നത് അവിടെ നല്ല കുത്തനെയുള്ള കയറ്റം, മഞ്ഞു വീഴ്ച, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അവർ ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പക്ഷേ ഈ ആദ്യത്തെ ദിവസം തന്നെ കൈലാസത്തിൻ്റെ വിവിധ മുഖങ്ങൾ കണ്ടാണ് പോകുന്നത്. നമ്മൾ ആ വടക്ക് ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് കൈലാസത്തിൻ്റെ പല മുഖങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിനു മുൻപ് തന്നെ കൈലാസത്തിൻ്റെ ആ ദക്ഷിണ ഭാഗം നമുക്ക് അല്ലാതെ ഒരു ദിവസം ഞങ്ങൾ കാണാൻ പോയിരുന്നു. ഈ പരിക്രമണത്തിന് മുൻപ് തന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റും. അഷ്ടപതി അവിടെ പോയിരുന്നു. അവിടെ പോകുമ്പോൾ ദക്ഷിണ ഭാഗമാണ് ആ കൈലാസം വ്യക്തമായിട്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ കൈലാസവും ആ കൈലാസത്തിൻ്റെ മുൻപിൽ നന്ദി പർവ്വതം. നമ്മളെ കേൾക്കാറില്ലേ ഈ നന്ദി എപ്പോഴും ഭഗവാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണെന്നുള്ളത്. അത് വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഭഗവാന്റെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ പർവ്വതം, ഒരു പർവ്വതമാണ്, നന്ദിയുടെ ഷേപ്പിലുള്ള പർവ്വതം, ഇങ്ങനെ എന്താ പറയുക, നിശ്ചലനായി ഭഗവാനെ മാത്രം നോക്കിക്കിടക്കുന്ന ആ നന്ദി. ആ അഷ്ടപതിൽ ചെല്ലുന്ന സമയത്തും ഇതുപോലെ എനർജിയിൽ വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് അവിടെ ഇങ്ങനെ വളരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അവിടെ ഇരുന്ന് അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാം. പലരുടെയും ഈ ശ്വാസഗതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവിടേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ എനർജിയിലുണ്ടാകുന്ന ആ വൈബ്രേഷനിലുണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ നമുക്കവിടെ അനുഭവിക്കാൻ പറ്റി. ശരിക്കും ഓക്സിജൻ ലെവലൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്ന ആളുകൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ നഖം പെട്ടെന്ന് വളരും. പെട്ടെന്നാണ് നഖം വളരുന്നത്, മുടി വളരുന്നത്, ഇങ്ങനെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ആ ഒരു കൈലാസത്തിൻ്റെ ആ ഒരു ഊർജ്ജ മണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു മല കാണുകയോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു അമ്പലത്തിൽ പോവുകയോ അല്ല കൈലാസയാത്ര. കൈലാസയാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ് അവിടെ എത്തുന്നത്. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ ശക്തിയോ
നമ്മളുടെ കഴിവിനേക്കാളിലൊക്കെ ഉപരിയായിട്ട്, ഇതിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു ശക്തിയാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത്. അത് റിയലൈസ് ചെയ്ത് കൈലാസത്തിൽ നിന്നും തിരിച്ചുള്ളൊരു വരവുണ്ട്. അപ്പോഴെന്താ ശിവനെ കണ്ടു മടങ്ങുന്ന ഒരു യാത്ര. നമ്മളിങ്ങനെ കൈലാസം കണ്ട് ആ ഒരു കാഴ്ച കണ്ണിൽ നിന്നും മറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആരെയൊക്കെയോ വിട്ടുപോയില്ലേ, ഒരുപാട് പേര് കരയുക. അത് എന്തിനെന്നറിയാതെ കരയുക. നമ്മുടെ വീട്ടിൽ നിന്ന് ചിലപ്പം വേറെ ഇടത്തേക്ക് പോകുമ്പോൾ ഒരു കരച്ചിൽ വരില്ലേ, ഇതുപോലെ മനസ്സ് വിങ്ങിയിട്ട് ഇനി കാണാൻ പറ്റില്ലല്ലോ, ബിക്കോസ് എപ്പോഴും സാധ്യമാകുന്നൊരു യാത്രയല്ലല്ലോ. അപ്പോൾ ആരെയൊക്കെയോ വിട്ടുവരുന്നൊരു അനുഭവം, അതൊക്കെ മിക്കവാറും പേരും അനുഭവിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കൈലാസത്തിൽ നിന്നുള്ള തിരിച്ചുള്ളൊരു വരവ്. ആ തിരിച്ചുവരവിൽ പലരും നിശബ്ദരായിരിക്കും. അവരുടെ മനസ്സിൽ കൈലാസം പണിയാണ്. അവരുടെ മനസ്സിൽ അവരാ യമദ്വാറ് അതിലൂടെ നമ്മുടെ പലതിനെയും ഉപേക്ഷിച്ച് പോവുകയാണ്. ഓരോ പരിക്രമണവും നമ്മളുടെ മനസ്സിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ ഈ പരിക്രമണം മൊത്തം ചലഞ്ചാണ്. ഇതുപോലെയുള്ള എത്ര ചലഞ്ചസാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ പരിക്രമണം ചെയ്യുക. അപ്പോൾ ഇതെല്ലാം മാനസ സരസ് നമ്മുടെ ഉള്ളിലാണ്. കൈലാസവും മാനസ സരസും യമദ്വാരും അതോടൊപ്പം പരിക്രമണവും എല്ലാം മനസ്സിൽ സ്വീകരിച്ചിട്ട് ബോധത്തിൻ്റെ പരിണാമത്തിലൂടെ തിരിച്ചിറങ്ങാൻ കഴിയുന്ന ഒരു കൈലാസിക്ക്, അത് ജീവിതത്തിൽ അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ജീവിതത്തിനെ രണ്ടായി മുറിക്കെന്ന് പറയില്ലേ ഒരു പോയിൻ്റ്, ആ പോയിന്റിൽ നമ്മുടെ ജീവിതം രണ്ടായി മാറും. അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളൊരു ആത്മീയ മൂല്യങ്ങളും കൂടി നമുക്ക് ഒരുപാട് കിട്ടുന്നൊരു യാത്രയാണ് കൈലാസ യാത്ര. അപ്പം അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭാരതഭൂമിയിൽ ജനിച്ച് ഈ വിശ്വാസങ്ങളെയും ഈ എന്താ പറയുക ഈ സത്യത്തിനെയും ഒക്കെ മനസ്സിലാക്കിയ ഓരോ മനുഷ്യനും പോകേണ്ട ഒരു യാത്രയാണ്. അത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നടന്ന് കയറാൻ പറ്റുമ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ പുണ്യമായിരിക്കും. സത്യത്തിൽ മാം ഇത് പറയുമ്പോൾ മാമിൻ്റെ കൂടെ ആ യാത്ര ഇങ്ങനെ അനുഭവങ്ങളിലൂടെ പോവുകയായിരുന്നതിൽ ഞാനും എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് താങ്ക് യു രാഹുൽ.